എല്ലാവർക്കും ആലപ്പുഴയുടെ സുപ്രഭാതം. മൂന്നാർ, മധുര, രാമേശ്വരം, ധനുഷ്കോടി, തൂത്തുക്കുടി, തിരുച്ചെന്തൂർ, കൂടംകുളം, കന്യാകുമാരി, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കൊച്ചി, മൂവാറ്റുപുഴ വഴി തൊടുപുഴ ട്രിപ്പിൻ്റെ 12ാമത് ദിവസത്തിൻ്റെ വീഡിയോകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെയും പോയതുപോലെ തന്നെ ഇന്നും ആലപ്പുഴ നിന്നും കൊച്ചിയിലേക്ക് കടൽ തീരങ്ങളരിഞ്ഞ് യാത്ര ചെയ്യുന്നു. കടൽ മാത്രം. കടലിൻ്റെ നീലിമകൾ ഉച്ചയ്ക്ക് മുമ്പേക്കും നമ്മൾ ഭംഗിയായിട്ട് ചിത്രീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇന്ന് പോകുന്നത്. കൊച്ചിയിൽ ചെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ കാണണം, ബിജപ്പനെ കാണണം, സുധീറിനെ കാണണം, സുനിയെ കാണണം, ടി കാനിലിനെ കാണണം. ഇന്ന് നമ്മളങ്ങനെ കൊച്ചിയിൽ കൂടുന്നു. നാളെ മാത്രമേ വീട്ടിലേക്ക് തൊടുവഴിക്ക് തിരിച്ചു പോകത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ കടലോര കാഴ്ച സൗന്ദര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. തന്നെയുള്ളൂ, ബെന്നിമാഷ് തിരിച്ചു പോകേണ്ട വന്നതിലൊരു സങ്കടമുണ്ട്. വഴി നീളെ കാണുന്നവരോടൊക്കെ വർത്താനം പറഞ്ഞു പോവാം, നിങ്ങളോടും വർത്താനം പറഞ്ഞു പോവാം. വാ. രാവിലെ തന്നെ ഒരു റെയിൽവേ ബ്ലോക്ക്. മുങ്ങി പരിപാടി ഒന്നും എല്ലാ കേസായിട്ടും തരുന്നിട്ടൊന്നും ഒരിക്കലും നടക്കുകയാണ്. പക്ഷേ ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് തീർക്കാനുള്ളത്. ചായ കുടിച്ചില്ലല്ലോ. സംഗതി വഴിയൊക്കെ ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ തലയിറങ്ങി വീഴുമല്ലോ. രാവിലെ ഇതുവരെ ഒരു ചായക്കട, ഈ നാട്ടിൽ ആ ഒരു സംസ്കാരം ഇല്ലേ? രാവിലെ എല്ലാവരും കവലക്കിൽ കുഞ്ഞി ഒരു ചായക്കടയും. എന്താ അങ്ങനെ? കാട്ടു കലവൂർ 2 കിലോമീറ്റർ. സ്ഥലത്തിന് പേര മുള്ളത്തൈ. മാരാജി ബീച്ച് റിസോർട്ട്. എല്ലായിടും പോകുന്നുണ്ടോ? ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് മാരാരിക്കുളം ബീച്ച്. അവിടെ നമുക്കൊന്ന് പോയി നോക്കാതെ. മാരാരി ബീച്ച് നല്ല വിശാലമായ ബീച്ചാ മാരാരി ബീച്ച്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എത്ര പേരാ കിടന്ന് ഉറങ്ങുന്നതെന്ന് ചോദിക്കും. ഞാൻ വന്നതുകൊണ്ട് എന്നെ സ്വീകരിക്കാൻ കയറി വന്നാന്ന് പറഞ്ഞത്. ഇവിടം വരോ? കടൽ തീരത്തോടെ റൈഡ് ചെയ്ത് കൊതി മാറി. അത് തന്നെ. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലേക്ക് വേണം. കണിച്ചുകുളങ്ങര ജംഗ്ഷൻ. ഹോസ്പിറ്റൽ.
തൈക്കൽ ബീച്ചാണ്. തൈക്കൽ ചമശ്ശേരിയിലും കടലുണ്ട്. നമ്മൾ ശരിക്കും കടൽ തീരത്തോടെ തന്നെയാട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ അന്ധകാരനഴിയിലെത്തിയിരിക്കണം. അന്ധകാരനഴി നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, ഈ ബീച്ചിൽ വന്നിട്ടുണ്ട്. ജൂഡ് സാറും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെ JCBക്ക് പറ്റിക്കല്ലേ? കോരി. ഇതിങ്ങനെ തിരയടിച്ചടിച്ചടിച്ച് തന്നെ അടഞ്ഞു പോകണം അല്ലേ? ഒരു ചങ്ങാതിനെ കൂട്ടിമുട്ടി. ഇപ്പോൾ അദ്ദേഹം ആന്ധ്രയിൽ നിന്നാണ്. ഗുണൻ ഋത്തിക്. I belong to Idiki district. From there I was area. And today I reached Kochi and then return to home. This is 12th day. How many days you started? I started actually. I started from there is Cheriyanadu, Chenganur. I went there for a. ഇവിടെയൊക്കെ ടൂറിസം പദ്ധതികൾക്കായിട്ട് ഇങ്ങനെ ഒത്തിരി ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണോ ഒന്നും അങ്ങ് ക്ലച്ച് പിടിക്കുന്നില്ല. അവിടെ കടലും കായലും തമ്മിലൊരു സ്പിൽവേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു തകർന്ന വെള്ളം, കുറേ വെള്ളം. എന്താണ് ചെല്ലാനം. ഇത് എന്തൊരു റൂട്ടാണ് ഭയ. പള്ളി മാത്രം മുട്ടിന് നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് നേരെ ഒരു കൂൾ ബാർ ആട്ടെ, ഒരു ഹോട്ടലാട്ടെ ഈ റൂട്ടിൽ ഇത്ര നേരം വന്നിട്ടും ഇല്ല എന്നുള്ളതാണ്. ആൾക്കാർ ഭക്തി മാത്രം പുഴുങ്ങി തിന്ന് ജീവിക്കുന്ന ഒരു റൂട്ടാണോ ഈ കോസ്റ്റൽ ലൈൻ എന്നെനിക്ക് തോന്നുന്നു. ഇത് കൊള്ളാലോ. ബീച്ച് വ്യൂ, കണ്ടങ്കടവ്, കുരിശടി. വെരി ഗുഡ്. Hi. Recording this. Hi. Thank you very much. Thank you very much. Is it not a little bit dangerous in the Indian traffic? Traffic is we must take care about, because always we are riding here, no? You have a klaxon? But You have a klaxon? A horn? You have a horn? Bell. No horn. Yeah, this is 12th day. 12, yeah. Okay. I covered more than 1,250 kilometers. From which country? We are from Belgium and we are all enthusiast bikers. Yeah. But now it's motorbike for us. Yeah, that very good. What type of bike you have there? It's aluminum alloy. Yeah. This is my road. See. Kochi to Munnar, Madurai, Dhanushkodi, Thoothukudi, Kanyakumari, Trivandrum, Alappuzha, Kochi, and Organized. So you're back home. and this is a chair. So you Fold sleep in up, a tent. fold up. A little chair. Perfect. Yeah. Hey. When we are putting tent, we need a chair. A chair, of course. Yeah. Of course. Ik kan dat ook mee. Als een king, we have the same.
Yeah, actually it's my vision. My beach set ചെയ്തിരിക്കുന്നു. Going to For Kochi. Fort Kochi. Thank you. എന്ത് സാറിന്റെ ചാനലിന്റെ പേര്? കിട്ടും. ഞാൻ എന്തായാലും ഞാൻ ജസ്റ്റ് താങ്കളുടെ വീട് തൊടുപുഴയാണ്. ഞാനിപ്പോൾ വന്നിട്ട് 12 ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ഇങ്ങോട്ട് ഞാൻ കന്യാകുമാരിയിൽ നിന്ന് തൊട്ട് ഇവിടം വരെ കോസ്റ്റൽ ലൈൻ അരിഞ്ഞാണ് വരുന്നത്. കന്യാകുമാരി തൊട്ട് തന്നെ അത് മറ്റേ കടൽ കണ്ടാണ്. അപ്പം ബംഗാൾ ഉൾക്കടലിന്റെ അരികു കണ്ട് അറബിക്കടലിന്റെ അരികു കണ്ട് ഇങ്ങനെ തിരിച്ചു പോകും. ഇന്നിപ്പോ കൊച്ചിയിലും കൊച്ചിയിൽ നിന്ന് കുറെ ഫ്രണ്ട്സ് രാമേശ്വരം ഏർവാടിയിൽ നിന്ന് വന്ന് സായൽകുടി വന്നാച്ച്. സായൽകുടിന്ന് തിരുച്ചെന്തൂർ അതുക്കിടക്ക് കായൽപട്ടണം പോയാച്ച്. കന്യാകുമാരി അതെല്ലാം பார்த்தாச்சு. இப்போ நீங்கள் வந்து 12 நாள் വരാതെ വീട് ഞാൻ തൊടുപുഴ. കണ്ടൽ കാടുകളാണ് ഈ പ്രദേശത്ത് മുഴുവൻ. ഇതാണ് ഈ കണ്ടൽ എന്ന് പറയുന്നത്. കണ്ടോ, വെള്ളത്തിലേക്ക് വേരുകൾ ഇറങ്ങി നിൽക്കുന്നുണ്ടോ? ഉണക്കമീൻ വേലിയേറ്റാന്ന് തോന്നേ. ഈ ഏരിയ അതിമനോഹര ഈ ഒരു കാര്യത്തിൽ. ഇതാണ് കണ്ണമാലിയുടെ കണ്ണമാലി ചർച്ച്. അത്രയല്ലേ? ഞാൻ മൂന്നാറിന്ന് നീ റെക്കോർഡ് ഉണ്ടോന്ന് ചോദിച്ചാ? അവനുണ്ട്. ഞാൻ സൈക്കിൾ ചവിട്ടി സൗദിയിൽ വന്ന. ഈ സ്ഥലത്തിന്റെ പേര് സൗദി. തലേന്ന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരെ കണ്ടിട്ട് ഓഫീസേഴ്സ് മെസ്, INS നേവിയുടെ സ്ഥലങ്ങളായതല്ല ഫോർട്ട് കൊച്ചി. കോടികാമൻ അടക്കിയ പള്ളി അല്ലേ? അല്ല, ഇവിടുന്ന് അക്കരയ്ക്കൊരു കടത്തില്ലേ? ഇടത് സൈഡിൽ വിശാലമായ ഗ്രൗണ്ടൊക്കെ കാണുന്നുണ്ട്. റോഡിൻ്റെ നടുക്കൊരു മരം. നെഹ്റു പാർക്ക്, ഫോർട്ട് കൊച്ചി. എങ്ങനെ അത് വാട്ടർ മെട്രോ, അത് റോറോ. അങ്ങനെ നമ്മൾ കൊച്ചി ധനുഷ്കോടി കൊച്ചി എന്ന് പറയുന്ന നമ്മുടെ റൈഡിൻ്റെ ആ ഒരു പേര് അനുസരിച്ചിട്ടുള്ള പാറ്റേൺ ഏറെക്കുറെ പൂർത്തിയായിരിക്കുക. കാരണം നമ്മൾ കൊച്ചിയിൽ വന്നു. കൊച്ചിയുടെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ ഇതിനു മുമ്പും ചില വീഡിയോകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് തന്നെയായിട്ട് വരാം. ഇതാ വാട്ടർ മെട്രോ പോകുന്നുണ്ടോ? അതിലൊക്കെ ഒരു യാത്ര നമുക്കൊന്ന് ചെയ്യണം. റോറോയിൽ നേരത്തെ കയറിയതിൻ്റെ വിഷ്വൽ നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വേറൊരു ദിവസം ചെയ്യാം.
ഇപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ കൂടെ ക്ലിപ്പ് ചെയ്യുന്നില്ല, കാരണം നാളെ രാവിലെയെങ്കിലും എനിക്ക് നാളെ ഉച്ചയോടുകൂടിയെങ്കിലും തിരിച്ച് വീട്ടിലെത്തേണ്ടതുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായില്ലേ. അപ്പോൾ നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്ന മൂന്നാർ, മധുര, രാമേശ്വരം, ധനുഷ്കോടി, തൂത്തുക്കുടി, തിരുച്ചെന്തൂർ, കൂടംകുളം, കന്യാകുമാരി, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കൊച്ചി, നാളെ മൂവാറ്റുപുഴ വഴി തൊടുപുഴ. ഇന്ന് വൈകിട്ട് നമ്മുടെ കൊച്ചിയിലുള്ള സൗഹൃദങ്ങളൊക്കെ ആയിട്ട് മീറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ നേരെ ബാക്ക് ടു ഹോം തൊടുപുഴയ്ക്ക്. അങ്ങനെ നമ്മൾ കാട്ടിപ്പറമ്പ് നമ്മളെ ചങ്ങായിമാർ പറഞ്ഞേക്കണ റൂമിലോട്ട് പോവുകയാണേ. അടിപൊളി. വാട്ടർ ഫ്രണ്ട്, കേദാരം, ബിജപ്പ തുറക്ക്. അങ്ങനെ കൊച്ചിയിലെ ചങ്കുകളുടെ അടുത്തെത്തി. ചങ്കുകൾ വരാനുണ്ട്. ഉറങ്ങണ ആഹാ, നമ്മുടെ കൊച്ചി ധനുഷ്കോടി, കൊച്ചി, മൂന്നാർ, മധുര, രാമേശ്വരം, ധനുഷ്കോടി, തൂത്തുക്കുടി, കൂടംകുളം, കന്യാകുമാരി, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ വഴി കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. 12ാമത്തെ ദിവസം. ഇനി നാളെ രാവിലെ ഒരു 60 കിലോമീറ്ററും കൂടെ റൈഡ് ചെയ്താൽ വീട്ടിൽ പോകാൻ എനിക്ക് ബിന്ദുവിൻ്റെ കഞ്ഞി ഇച്ചിരി കുടിക്കാം. അതാണ് ഏറ്റവും സന്തോഷം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കൊച്ചിയിൽ അനിവായുണ്ട്, വിജപ്പൻ മാഷ്. യെസ്, നമ്മൾ കേദാരത്തിലാണെന്ന്. കേദാരം ബിജു മാഷിൻ്റെ കേദാരത്തിൽ. ഇദ്ദേഹം ആർട്ടിസ്റ്റ് കൂടിയാണ്. ഇത് ഹോം സ്റ്റേ ആണ് കേട്ടോ. ഇത് എവിടെ നോക്കിയേ, കണ്ടോ? വേമ്പനാടുകാരൻ്റെ കൈവഴിയാണ്, അതിൻ്റെ കരയിലാണ് ഇത്. സൂപ്പർ ലൊക്കേഷനാണ് കേട്ടോ. ഇന്നിവിടെ ഞങ്ങൾ ഈ യാത്രയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് ആശ്വസിക്കട്ടെ. വൈകുന്നേരം കുറച്ച് ചങ്ങാതിമാരും കൂടെ വരാനുണ്ട് കേട്ടോ. ഇരുട്ട് വീണതിന് മുമ്പ് എക്സ്ട്രാ വീഡിയോ എടുത്തതാ. ബൈ. വൈകിട്ട് കൊച്ചിയിലെ ചങ്ങാതിമാരെല്ലാം വന്നു. യാത്രയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ദീർഘനേരം അങ്ങനെ ഇരുന്നു. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ക്ഷീണം കൊണ്ട് പയ്യെ ഉറക്കം വന്നു പോയിട്ടോ. അവർ പിന്നെയും സംസാരമൊക്കെ ഇട്ട് തുടർന്ന് അങ്ങനെ ഇരുന്നു. സിയാദ് മാഷിനെ ഞാൻ ആദ്യമായിട്ട് കാണുക, ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുക. ഞാൻ കേദാരത്തിലുണ്ടെന്നുള്ള FB പോസ്റ്റ് കണ്ട് ഫേസ്ബുക്കിലെ പ്രിയ ചങ്ങാതി സാദത്ത് ആ പ്രൊഫൈലിൽ അദ്ദേഹം എന്നെ കാണാനായിട്ട് വന്നു. അവിടെ അടുത്ത് അദ്ദേഹം താമസിക്കുന്നത്. അതൊരു വലിയ സന്തോഷമായി കേട്ടോ. അവർക്കും കൊച്ചിയിലെ കേദാരത്തിൽ നിന്നും, ബിജുമാഷിൻ്റെ കേദാരത്തിൽ നിന്നും സുപ്രഭാതം. അപ്പോൾ കൊച്ചി ധനുഷ്കോടി കൊച്ചി റൈഡ് ഇന്ന് 13ാമത്തെ ദിവസം. മൂവാറ്റുപുഴ വഴി തൊടുപുഴ. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് അവസാന ലാപ്പ് റൈഡ് ആരംഭിക്കുകയാണ്. ബിജുമാഷ് രാവിലെ സ്ട്രോങ് ആയിട്ട് ഷട്ട് കളിക്കാൻ പോകുന്നു. ഹോം സ്റ്റേ ആണ് കേട്ടോ, കൊച്ചിയിൽ പള്ളുരുത്തിയിൽ. അപ്പോൾ ഞങ്ങൾ റൈഡ് പോട്ടെ, രാവിലെ തുടങ്ങട്ടെ. പക്ഷേ സന്തോഷം കേട്ടോ. Trypuണിത്തുറ.
നമ്മുടെ ട്രിപ്പിൻ്റെ പേര് കൊച്ചി ധനുഷ്കോടി അല്ലേ? പക്ഷെ നമ്മൾ തുടങ്ങിയത് തൊടുപുഴയിൽ നിന്നാണ്. തൊടുപുഴയിൽ നിന്ന് നേരെ ഊന്നുകല്ല് ചെന്നാണ് കൊച്ചി ധനുഷ്കോടി ഹൈവേയിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തത്. എന്നിട്ട് മുമ്പോട്ട് പോയി. ഇപ്പോഴാണ് ശരിക്കും നമ്മൾ ഇതിൻ്റെ ആദ്യ ഭാഗം ചെയ്യുന്നത്. അത് കൊച്ചിയിൽ നിന്നും മൂവാറ്റുപുഴയ്ക്ക്. അവിടെ നിന്നും മൂവാറ്റുപുഴ കോതമംഗലം ഊന്നുകല്ല് വഴിയാണ് ഹൈവേ പോകുന്നത്. അതിൽ മൂവാറ്റുപുഴ കോതമംഗലം എന്ന റൂട്ട്, അതുപോലെ കോതമംഗലത്തു നിന്ന് ഊന്നുകല്ലിനുള്ള റൂട്ടും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. പക്ഷേ ആ ദൂരം നമ്മൾ തൊടുപുഴ മൂവാറ്റുപുഴ റോഡിലൂടെ കവർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ റൗണ്ട് പൂർത്തിയായെന്ന് പറയാം. ധനുഷ്കോടി ഹൈവേ ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്ത് തിരിഞ്ഞ് കോതമംഗലത്ത് നിന്ന് ഊന്നുകൽ, നേര്യമംഗലം, അടിമാലി വഴിയാണ് പോകുന്നത്. നമ്മൾ തൊടുപുഴയിൽ നിന്നും ഊന്നുകല്ലിൽ ചെന്ന് നേര്യമംഗലം വഴിയാണ് ആ വഴിയിലോട്ട് തുടക്കത്തിൽ ജോയിൻ ചെയ്തത്. ഇപ്പം നമ്മൾ മൂവാറ്റുപുഴ നമ്മൾ തൊടുപുഴ ട്രാക്കിലൂടെയാണ് കവർ ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് തൊടുപുഴ ഒരു 10-15 കിലോമീറ്റർ നമ്മൾ വഴി മാറി സഞ്ചരിക്കുന്നു എന്നേ ഉള്ളൂ. സൂപ്പറായിരുന്നു സുരേഷ് വേണ്ടിയിട്ട് തൊടുപുഴയിൽ ഓടി ഇവിടെ പിന്നെ മനുഷ്യൻ നിങ്ങളില്ലാണ്ട് പോയതിൻ്റെ കൂടെ മറക്കാൻ പറ്റില്ല. അതുപോലെ യാത്രയാണ്. ഓ സൂപ്പർ. ആലിക്കാട് ചിറ. ഈ സൈക്കിൾ കൂടി നമ്മുടെ ഈ ഫ്രെയിമിലും മുഴുനീളം നിറഞ്ഞു നിൽക്കേണ്ടതായിരുന്നു. ദൗർഭാഗ്യവശാൽ ഒത്തില്ല. ധനുഷ്കോടിക്ക് പോയിട്ട് വന്നതാണോ? ഒരാളുണ്ടായിരുന്നു നമ്മുടെ ബെഞ്ചിമാർക്ക്. അതേ പറയാം. അങ്ങോട്ട് പോയി ഇപ്പറ അവിടെ തന്നെ ഉണ്ട്. ഞാൻ റൗണ്ട് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുന്ന ഭാഗം കഴിഞ്ഞ എവിടെ ചെൽക്കോണോ? ഓക്കെ ഓക്കെ. എൻ്റെ പേര് ബിനോയ്. ദിസ് ഓൾസോ. അങ്ങനെ ഞാൻ നമ്മുടെ തൊടുപുഴ പട്ടണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കളിപ്പാട്ടം, തൊടുപുഴത്തെ ഏറ്റവും പ്രശസ്തമായ ടോയ്സ് ആൻഡ് സൈക്കിൾ സൽമാൻ കൊച്ചിൻ്റെ കട. അവിടെ നിന്നാണ് നമ്മൾ റൈഡ് തുടങ്ങിയത്. എടാ മടിയാ, കുഴിമടിയാ ഏർപ്പാടാ ചക്കരെ. മടിയന്മാരാതെ കുഴിമടിയൻ. സാറ് വിളിച്ച് ഞാൻ അതാ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടെ. എന്റെ സത്യമായിട്ട് ഞാൻ ഉണ്ടായി. ഞാൻ അതാ രാത്രി തന്നെ മെസ്സേജ് ഇട്ടേക്ക് ഗ്രൂപ്പിൽ. പക്ഷെ എണ്ണിച്ചില്ല. സെറ്റായി എൻ്റെ മോനെ. വെന്യുവാശിന്ന് ജോലിക്ക് പോയിട്ടുള്ളവരും വെന്യുവാശിന്ന് പോയി കാണുമായിരിക്കും. തിരിച്ച് വീട്ടിലെത്തി. ഗുഡ് മോർണിംഗ്. റൗണ്ട് ചെയ്ത് വന്ന് കഴിഞ്ഞ് വന്ന പേരെങ്ങനെ? പക്ഷേ എൻ്റെ പേര് സുമേഷ്. എനിക്കിവിടെ ഒരു ഗ്രീൻ എനർജി ഓഫീസ് ഉണ്ട്. ഓക്കെ. എല്ലാത്തരം ഗ്രീൻ എനർജി ആക്ടിവിറ്റീസ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു. ഓ ഗ്രീൻ എനർജി. സന്തോഷം. പേരൊന്ന് പറഞ്ഞാൽ? സുമേഷ്. ഞാൻ ബിനോയ്. റിട്ടയർഡ് ഡിഫൻസിൻ്റെ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഒരു സോളാറിൻ്റെ ഓഫീസുണ്ട്. യെസ്, ഹോം സ്വീറ്റ് ഹോം. രണ്ടമ്മമാരും എല്ലാവരുടെ കൂടി നിൽക്കുന്നു.
അങ്ങനെ വീട്ടിലെത്തി. മൂന്നാർ, മധുര, രാമേശ്വരം, ധനുഷ്കോടി, തൂത്തുക്കുടി, തിരുച്ചെന്തൂർ, കൂടംകുളം, കന്യാകുമാരി, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കൊച്ചി വഴി, മൂവാറ്റുപുഴ വഴി തൊടുപുഴ. അങ്ങനെ 1250 കിലോമീറ്ററുകൾ 13 ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. സന്തോഷം. ഇപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു കാര്യം വെച്ചാൽ ബെന്നിമാഷിനെ ഇടയ്ക്ക് വർക്കെല്ലാം തിരിച്ചു പോകാറുണ്ട്. ഒന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു. അത് മാത്രമേ ചെറിയൊരു സങ്കടം വന്നുള്ളൂ. കാരണം ബെന്നിമാഷിനും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന്. പിന്നെ ഹെൽത്ത് പ്രശ്നമല്ല, നമ്മളത് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ വിഷയമല്ല, അത് മാത്രമാണ് ഒരു പ്രശ്നം. ഓക്കെ, ഇന്ന് വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടുന്നുണ്ട്. ബെന്നിമാഷിൻ്റെ കുടുംബം, ദേവസാറിൻ്റെ കുടുംബം, ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് വൈകുന്നേരം ഇവിടെ കൂടും. അപ്പോൾ ഈ ധനുഷ്കോടി വീഡിയോയുടെ ഇത്രയധികം എപ്പിസോഡുകളിലൂടെ ഈ യാത്രയിൽ കൂടെ വന്ന എല്ലാവർക്കും നന്ദി. ഒരുപാട് സന്തോഷം. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, ബായ്. വൈകിട്ട് ബെന്നിമാഷും കുടുംബമായിട്ടൊന്ന് കൂടണമെന്നേ വിചാരിച്ചോളൂ. ഇതുപോലെ വീട്ടുകാരും കൂട്ടുകാരെല്ലാം കൂടി സമ്മാനമൊക്കെ ആയിട്ട് ഒരു സെലിബ്രേഷൻ അറേഞ്ച് ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല. സന്തോഷം. ഈ യാത്രയുടെ ഒരു ശുഭപര്യാവസായിയായ സന്തോഷം നിറയുന്ന നിമിഷങ്ങളായിട്ട് ഇതും നമുക്ക് രേഖപ്പെടുത്തി വയ്ക്കാം, അല്ലേ?